അരമണിക്കൂറോളം ഇൻട്രോ എടുത്തിട്ടാണ് എനിക്കൊരു നല്ല ഇൻട്രോ കിട്ടിയത്. സോ ഡോണ്ട് ജഡ്ജ് മീ ഗൈസ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ മാരേജാണ്, ഒരു ക്രിസ്ത്യൻ മാരേജാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യൻ മാരേജ് അറ്റൻഡ് ചെയ്യണത്. അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് ഡോക്യുമെൻറ്റ് ചെയ്യാം, അതാണ് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് കരുതിയത്. സോ 3 മണിക്കാണ് തുടങ്ങുന്നത് പരിപാടി. അപ്പോൾ എനിക്ക് ആദ്യം സാരി ഉടുക്കണം, ഞാൻ സാരി ഉടുക്കണേ. അപ്പം എൻ്റെ അമ്മായി എനിക്ക് സാരി ഉടുത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അമ്മായിൻ്റെ അടുത്ത് പോയി സാരി ഉടുക്കാം. ഞാൻ സാരി ഉടുക്കണേ. സാരി ഞാൻ ഇതിനു വേണ്ടി സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് സ്റ്റിച്ച് ചെയ്തത്. ഇപ്പോൾ ഇപ്പോൾ സമയം ഒരു 1 o'clock ആയിട്ടുണ്ട്. 3 o'clock ആകുമ്പോഴാണ് പള്ളിയിൽ കുർബാന. സോ വി ഹാവ് ടു ലീവ്. വേഗം റെഡിയായി പോകേണ്ടതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ച് റെഡി ആവാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ ഓൾമോസ്റ്റ് ലേറ്റ് ആണ്. നമുക്ക് ലൈറ്റ് ആയിട്ടൊരു മേക്കപ്പ് ചെയ്തിട്ട് സാരി എടുത്ത് അമ്മായിന്റെ അടുത്ത് പോകും. ഈ ഒരു സാരിയാണ് ഞാനൊന്ന് എടുക്കുന്നത്. ആൻഡ് ഇതിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടം. മാത്രമല്ല ബാക്കി വന്ന തുണി കൊണ്ട് അവർ ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പൊ അടുത്ത പരിപാടി ചെറുതായിട്ടൊരു മേക്കപ്പ് ചെയ്യാന്നുള്ളതാണ്. മെയിൻ ആയിട്ട് എന്റെ സാരിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ സാരി ഡ്രേപ്പ് ചെയ്യാൻ പോവാണ് അമ്മായിൻ്റെ അടുത്ത്. അമ്മായി നല്ല അടിപൊളിയായിട്ട് സാരി ഉടുപ്പിച്ചു തരും. സോ അതാണ് ഞാൻ അമ്മേൻ്റെ അടുത്ത് പോകുന്നത്. അമ്മയ്ക്ക് സാരി നന്നായി ഉടുക്കാൻ അറിയാം, പക്ഷെ സാരി ഉടുപ്പിക്കാൻ അത്രയ്ക്ക് എക്സ്പേർട്ട് അല്ല. ഞാനൊരു സ്മോക്കി ഐ മേക്കപ്പാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ബട്ട് ഹെവി. സമയത്തിന് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ട് സാരി എടുത്തിട്ട്. ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. സാരിയിൽ എടുത്തിട്ട് നല്ല തിരക്കിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് എനിക്ക് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റി. ഞാൻ ചേർച്ചിൽ എത്തിയപ്പോഴേക്കും കുർബാന നടന്നുകൊണ്ടിരിക്കുക. എന്റെ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള ആൾക്കാരായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം നേരം പള്ളിയിൽ പോസ്റ്റായി. നിങ്ങൾ ഈ ബ്രൈഡിന്റെ റിലേറ്റീവ്സിന്റെ സാരി ഡ്രിപ്പിംഗ് കണ്ടു. ഇവരുടേത് ലവ് മാരേജ് ആണ്. ആൻഡ് ബ്രൈഡ് ഇസ് ഫ്രം ആസം. കുറച്ച് കഴിയുമ്പോഴേക്കും ഗായും ഗൗരിയും എല്ലാം വന്നിട്ടുണ്ട്. എന്റെ കൂടെ സ്കൂൾ ടൈം മുതലുള്ള ഫ്രണ്ട്സ് ആണ് ഇവർ. ചേർച്ചിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഞങ്ങൾ പഠിച്ചിരുന്ന സ്കൂൾ. ഇവിടെയാണ് ഞാൻ എന്റെ LKG മുതൽ 7th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ കണ്ടപ്പോ ഗായുന് പഴയ കുറെ കാര്യങ്ങൾ ഓർമ്മ വന്നു. അപ്പൊ ഗായു ഓരോ മെമ്മറീസ് ഇങ്ങനെ എടുത്തെടുത്ത് കുറെ മെമ്മറീസ് ഉള്ള സ്കൂളാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ സ്കൂളിലെ മെമ്മറീസ് ഒന്നും ഞാൻ അത്ര ഓർക്കാൻ ആഗ്രഹിക്കുന്ന മെമ്മറീസ് അല്ല. കാരണം ഇഷ്ടംപോലെ ഉടായ്പ പരിപാടി എന്റെ അടുത്തുണ്ടായിരുന്നാലും എന്റെ ചൈൽഡ്ഹുഡിന്റെ ഒരു മേജർ പാർട്ട് ഇവിടെ ആയതുകൊണ്ട് ഇവിടേക്കോ ഒരു ഇഷ്ടം. പള്ളിയിലെ പരിപാടി കഴിയാൻ ഇനിയും കുറെ ടൈം എടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് സ്കൂളിൽ പോയി കണ്ടിട്ട് വരാൻ കരുതിയത്. അങ്ങനെ പള്ളിയിലെ പരിപാടി ഓൾമോസ്റ്റ് കഴിയാനായി. സോന ഇത്ര നേരം ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ പോയി മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. തിരക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവളെ പോയി കണ്ടത്. LKG മുതലുള്ള ബന്ധമാണ് ഞാനും സോനയും ഗായത്രി അലീനയും. അലീന ഇപ്പൊ നാട്ടിലില്ല, ജർമ്മനിയിലെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഒരു കുറവ് നന്നായിട്ടുണ്ടായിരുന്നു ഇന്ന്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ടീമിന് ഞങ്ങളുടെ പേര്, ഞങ്ങളുടെ 4 പേരുടെയും പേരിന്റെ ഫസ്റ്റ് അക്ഷരം വെച്ച് ഗ്യാപ്സ് നല്ല ക്രിഞ്ചായിരുന്നു. പള്ളിയിലത്തെ പരിപാടി കഴിഞ്ഞു, നമ്മൾ പള്ളിയിലത്തെ ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയം ഡാൻസ് ഇടന്ന്. ഡാൻസില്ലേ? ഡാൻസ് ആക്ച്വലി ഏത് പാട്ടാ പാടാൻ പോണം? ബേസിക്കലി ഗായു ഒരു ഓവർ ടാലന്റഡ് ആയതുകൊണ്ട് എവിടെ എന്ത് പരിപാടി ആയിരുന്നാലും ഗായുവിന്റെ ഒരു ഡാൻസും ഒരു പാട്ട് അത് നിർബന്ധം. ബിക്കോസ് പരിപാടി തുടങ്ങാൻ 6 o'clock ആവും. ചേർച്ചിലെ പരിപാടി കഴിഞ്ഞ് ഇനി 6 o'clock ആവുമ്പോഴാണ് റിസപ്ഷൻ. 6 o'clock ആയപ്പോഴേക്കും ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഫോട്ടോസിന് നല്ല ആംബിയൻസ് ഉണ്ട്. പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയും ടൈം ഉള്ളതുകൊണ്ട് ഞാനും ഗായും അതിലെ ഓടി നടന്ന ഫോട്ടോസും വീഡിയോസും എടുക്കായിരുന്നു. ഞാനൊരു ക്രിസ്ത്യൻ മാരേജ് ഫസ്റ്റ് ടൈം ആണ് അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈൻ ടോസ്റ്റിംഗ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബ്രൈഡും ബ്രൈഡിന്റെ ഫാമിലിയും ആസാമി കൾച്ചറിൽ നിന്നായതുകൊണ്ട് അവരുടെ ഒരു കൈൻഡ് ഓഫ് റിച്വൽ ആണ് അവർ ഈ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഓൾവേസ് സോ എക്സൈറ്റഡ് ടു വാച്ച് ദാറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗായുവിന്റെ പാരന്റ്സ് വന്നപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകാൻ വിചാരിച്ചു. ടു ബി ഹോണസ്റ്റ് നല്ലൊരു ക്രിസ്ത്യൻ ഫീസ്റ്റ് ആയിരുന്നു. ആൻഡ് വി റിയലി ലവ്ഡ് ഇറ്റ്. ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് സോട്ടിന്റെ ഡാൻസ് ഞങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിലുള്ള അടിയാണ് ഇപ്പൊ ഗായുവിന് കിട്ടിയത്. ആൻഡ് നെക്സ്റ്റ് പ്രോഗ്രാം ഗായുവിന്റെ പാട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലോങ് ഡേ എല്ലാം സ്പെക്സ് വെച്ച് എനിക്ക് നല്ല മൈഗ്രെയിൻ വരാറുണ്ട്. സോ അത് കാരണം ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോ അത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.